12 മണിക്കൂർ പെണ്ണും 12 മണിക്കൂർ ആണുമായി മാറുന്ന ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു രജനി. പെണ്ണായ രജനി ഒരു കമ്പനിയിലെ മെഡിക്കൽ റിസർച്ചറും ആൺ രജനി ഒരു ബാറിലെ അറ്റൻഡറുമായിരുന്നു. ഒരു ദിവസം കുടിച്ച് ലെക്ക് കെട്ട രാജുബായി എന്ന കസ്റ്റമറെ രജനി തന്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. പിറ്റേന്ന് രാവിലെ 6 മണിയായി ആൺ രജനി പെൺ രജനിയായി മാറിയതും തന്റെ കൂടെ ഒരു പുരുഷൻ കിടക്കുന്നത് കണ്ട് അവൾ ഞെട്ടി എഴുന്നേൽക്കുകയും അയാളെ വീടിന് പുറത്താക്കുകയും ചെയ്തു. ബോഡികൾ തമ്മിൽ മാറിക്കഴിഞ്ഞാൽ അവരുടെ മെമ്മറികളും മാറുന്നതുകൊണ്ട് ആൺ രജനി ചെയ്യുന്ന കാര്യങ്ങൾ പെൺ രജനിക്കും പെൺ രജനി ചെയ്യുന്നത് ആൺ രജനിക്കും അറിയാൻ സാധിക്കില്ല. ഇരുവരും ഉപയോഗിക്കുന്നത് ഒരു ഫോൺ ആയതിനാൽ എന്തേലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ വാട്സാപ്പിൽ മെസ്സേജായി സേവ് ചെയ്തു വെക്കും. അങ്ങനെയിരിക്കെ അന്നവൾ പുറത്താക്കിയ രാജുബായി രാവിലെ 6 മണിക്ക് ആൺ രജനി അന്വേഷിച്ച് വീട്ടിലെത്തിയതും അവരുടെ ബോഡി മാറുന്നത് ലൈവായി കണ്ട് അയാളുടെ കണ്ണ് തള്ളിപ്പോയെങ്കിലും പിന്നീട് അവൻ തനിക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അയാളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇതിനിടെ ബാറിൽ വച്ചവൻ പ്രിയ എന്നൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായതും ഒരു ദിവസം അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത അവനെ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ സമയം പുലർച്ചെ 5:30 ആയതിനാൽ അവൻ ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. പക്ഷേ പിറ്റേ ദിവസം രാജുബായിയുടെ സഹായത്തോടെ അവൾ അവന്റെ വീട്ടിലേക്ക് എത്തിയതും അവിടെ പലയിടങ്ങളിലായി ഒരു സ്ത്രീയുടെ ഡ്രസ്സ് കണ്ടതും രജനിക്ക് വേറെ പെണ്ണുമായി അടുപ്പമുണ്ടെന്നും അവൻ തന്നെ യൂസ് ചെയ്യുകയാണെന്നും കരുതി അവൾ അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മറുവശത്ത് ഓഫീസിലെ കാർത്തിക് എന്നൊരു പയ്യനുമായി ഇഷ്ടത്തിലായ പെൺ രജനി ഒരു ദിവസം വൈകുന്നേരം അവനെ വീട്ടിലേക്ക് ക്ഷണിച്ച് തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനൊരുങ്ങി. എന്നാൽ ഒട്ടും കൺട്രോൾ ഇല്ലാത്ത കാർത്തിക് അവൾ അത് പറയും മുന്നേ അവളെ കയറി കിസ് ചെയ്തതും സമയം 6 മണിയായി രജനി ആണായി മാറി. പിന്നീട് ആൺ രജനി തന്നെ ലൈവായി പെണ്ണായി മാറുന്നത് അവന് കാണിച്ചു കൊടുക്കുകയും ശേഷം അവളിൽ നിന്നും അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു. അന്നേ ദിവസം പകൽ മുഴുവൻ അവൻ അവളുമായി സ്നേഹത്തിലേർപ്പെട്ടതും 24 വയസ്സുള്ള രജനി ആദ്യമായി വയസ്സറിയിച്ചു. അന്ന് വൈകുന്നേരം 6 മണിയായിട്ടും അവൾ ആണായി മാറാതെ 4 ദിവസത്തോളം ഒരു പെണ്ണായി തന്നെ നിന്നു. പക്ഷെ പിന്നീട് സമയക്രമമില്ലാതെ എന്തേലും ടെൻഷൻ വരുമ്പോഴോ എന്തേലും ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴോ തുടരെ അവരുടെ ബോഡികൾ തമ്മിൽ മാറാൻ തുടങ്ങി. ഒരു ദിവസം ഈ കാര്യം ലൈവായി കണ്ട ശേഷമാണ് പ്രിയയ്ക്കും അവന്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലായത്. ഹൃദയസ്പന്ദനത്തിൽ വരുന്ന വേരിയേഷൻ ആണ് പെട്ടെന്നുള്ള അവരുടെ ഈ മാറ്റത്തിന് കാരണമെന്ന് കണ്ടെത്തിയ കാർത്തിക് അതിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഒരു ടാബ്ലറ്റ് കണ്ടെത്തി പഴയതുപോലെ ബോഡികൾ തമ്മിൽ മാറാനുള്ള സമയദൈർഘ്യം 12 മണിക്കൂറാക്കി മാറ്റി. എന്നാൽ ഒരു ദിവസം രജനിയുടെ ബോഡിക്ക് സംഭവിക്കുന്ന സവിശേഷതകൾ അറിഞ്ഞ കുറച്ചുപേർ അവരുടെ ജീൻ സാമ്പിളിനായി അവനെ ആക്രമിച്ചതും ഹൃദയത്തിൽ മുറിവേറ്റ രജനി ഷോക്കേൽപ്പിച്ച് പെൺ രജനിയായി മാറി അവരുടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് അവളുടെ ഹൃദയം മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നതോടെ ആൺ രജനി എന്നേക്കുമായി ആ ശരീരത്തിൽ നിന്നും വിട പറയുകയും ശിഷ്ടകാലം മുഴുവൻ അവൾ പെണ്ണായി തന്നെ ജീവിക്കുകയും ചെയ്തു.